1911 ബോൾ ബിയറിംഗ് കമ്പനിയായി ആരംഭിച്ചു. 1924 ആകുമ്പോഴേക്ക് പതുക്കെ പതുക്കെ വാഹന വിപണിയിലേക്ക് കടന്നു വന്നു. 1959 ആദ്യമായിട്ട് വാഹനങ്ങളിൽ 3 പോയിൻറ്റഡ് സീറ്റ് ബെൽറ്റുകൾ ആരംഭിച്ചു. 1991 സൈഡ് കേർട്ടൻ എയർ ബാഗിനെ കൊണ്ടുവന്നു. ഇന്ന് നമ്മൾ ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അഡാസ് ഫീച്ചറുകളെക്കുറിച്ച് നമ്മൾ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് ലെയിൻ കീപ്പ് അസിസ്റ്റും എമർജൻസി ബ്രേക്കിങ്ങും ഒക്കെ വാഹന ലോകത്തേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തു. പറഞ്ഞു വരുന്നത് വോൾവോ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയെക്കുറിച്ചാണ്. വാഹന ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ആദ്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും അതിൻ്റെ ഒന്നും പേറ്റൻറ്റ് കൈവശം വെക്കാതെ എല്ലാവർക്കും ഓപ്പൺ ആക്കി കൊടുക്കുകയും ചെയ്ത വോൾവോ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വോൾവോ XC90 ആണ് നമ്മളുടെ കൂടെയുള്ളത്. നമ്മളുടെ ഫേവറേറ്റ് വാഹനങ്ങൾ ഒന്നുകൂടിയാണ്. എന്നാൽ ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് 2025 മോഡൽ XC90 വാഹന വിപണിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അത് ഓരോന്ന് എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. പിന്നെ കുറച്ച് രഹസ്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. XC90 വീഡിയോയിലേക്ക് വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് പറയാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടു. അപ്പോൾ നമ്മൾ ഹമ്മറിൻ്റെ വീഡിയോയിലൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടായിരുന്നു. അതായത് നമ്മൾ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ പറയാത്തത് കൊണ്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അത് പറയുകയാണ്, നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴാണ് നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുക. മാത്രമല്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്കും നല്ല വണ്ടികളൊക്കെ കിട്ടുക. അതായത് അത്യാവശ്യം സബ്സ്ക്രൈബർ കൗണ്ട് ഉണ്ടല്ലോ, അവർക്കൊരു വണ്ടി ഷൂട്ടിന് കൊടുത്തേക്കാം എന്ന ആളുകളൊക്കെ തീരുമാനിക്കുന്നതും ബ്രാൻഡ് തീരുമാനിക്കുന്നതും ഒക്കെ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് നിങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു റിക്വസ്റ്റാണ് എനിക്ക് ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളത്. പറ്റുമെങ്കിൽ ആ ബെൽ ബട്ടണൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതൊരു റിക്വസ്റ്റാണ്. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും നിങ്ങൾ ചെയ്ത സബ്സ്ക്രൈബർ കൗണ്ടൊക്കെയാണ് ഈ ചാനൽ ഇതുവരെ വളർത്തിയത്. സോ അത് ആദ്യം റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് XC90 ഞാൻ വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാം, ഒപ്പം ഹിഡൻ ഫീച്ചേഴ്സ്. വോൾവോ XC90. വോൾവോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഐ വിൽ റോൾ എന്നാണ്. അത് നമുക്ക് ശരിക്കും വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യും. ഞാൻ ആ കാര്യം ആ സമയത്ത് പറയാം. XC90 കുറിച്ച് പറയാം. നമ്മൾ 4 വർഷങ്ങൾക്ക് മുമ്പ് XC90 രഹസ്യങ്ങളൊക്കെ ചേർത്ത് വിശദമായിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു. 4 ലക്ഷത്തോളം ആളുകൾ കണ്ടു. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്ന XC90 വീഡിയോ അതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴും ആ റെക്കോർഡ് ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. വീണ്ടും നമ്മളൊരു XC90, എനിക്ക് തോന്നുന്നു അതിനുശേഷം ഞാൻ XC90 ചെയ്തോന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ സ്റ്റിൽ അതിനുശേഷം ഇത് ഏറ്റവും ഫേസ് ലിഫ്റ്റ് ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. XC90 ഒരുപാട് സിനിമകളിൽ മുഖം കാണിച്ചിട്ടുള്ള ഒരു മോഡലാണ്. ഒരുപാട് പൈസക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനമാണ്. പൈസക്കാരെന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം കാറ്റഗറി ആളുകൾ. വേറൊരു കാര്യം കൂടി പറയാം, ജെയിംസ് ബോണ്ടിൻ്റെ അടക്കം സിനിമയിൽ ഈ ഒരു കാർ ഫീച്ചർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലും ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് മെഡിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ നല്ല ബാക്ക് പെയിൻ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സീറ്റ് അവർക്ക് പോലും കംഫർട്ടബിളായി മാറും എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. ആദ്യം XC90 നമ്മളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ വരാണ്ടായ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രൈസിൽ ഒരുപാട് ഫീച്ചറുകൾ ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇപ്പോൾ ഇതിന് ഏറെക്കുറെ 1 കോടി രൂപയാണ് വില വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഫേസ് ലിഫ്റ്റുമായിട്ട് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഇടയ്ക്ക് ഞാൻ കുറച്ച് രഹസ്യങ്ങളൊക്കെ പറയുന്നത്, എനിക്കൊരു 10-12ഓളം രഹസ്യങ്ങൾ പറയുന്നുണ്ട്. സൈഡ് കട്ടൻ എയർ ബാഗ് വോൾവോ 850 എന്ന് പറയുന്ന ഒരു മോഡലിൽ 1991 വോൾവോ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു പുതിയ ഗ്രിൽ പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഗ്രില്ലുകൾ നമുക്കറിയാം സ്ലാറ്റുകളായിട്ടായിരുന്നു. പക്ഷേ അത് മാറിയിട്ട് ഇപ്പം ഇങ്ങോട്ട് കുറച്ചും ഒക്കെ ആയിട്ട് കുറച്ചും കൂടി അവരുടെ ആ ഒരു EX90, അതായത് അവരുടെ ഇലക്ട്രിക് വാഹനത്തിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് കുറച്ചും കൂടി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വോൾവോൻ്റെ ലോഗോ കാണാം. വോൾവോൻ്റെ ലോഗോയുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും അതൊരു മെൻ സിമ്പിൾ പോലെ നമുക്ക് തോന്നുമല്ലോ പെട്ടെന്ന് നോക്കുന്ന സമയത്ത്. ശരിക്കും അങ്ങനെ പറയാറുണ്ട്. പക്ഷേ ശരിക്കും ഈ സിമ്പിൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൽക്കമിക് സൈൻ എന്ന് പറയും. അയേണിൻ്റെ ആൽക്കമിക് സൈൻ. എനിക്ക് തോന്നുന്നു സ്വീഡിഷ് അയേണുകളിട്ടൊക്കെ കണക്ട് ചെയ്യാനും അല്ലെങ്കിൽ അതുപോലെ കരുത്തുള്ള ഒരു സാധനമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ആയിരിക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞൊരു ട്രിക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു ആരോൻ്റെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ലൈൻ പിടിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് നോക്കാം. അതിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നുള്ളതാണ്. ഓക്കെ, ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ എയർ ഡാം യൂണിറ്റ് കാണാം. എയർ ഡാം യൂണിറ്റിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് അങ്ങനെ കാര്യമായി ചേഞ്ചസ് വന്നിട്ടില്ല. അവിടെ ഒരു പിയാനോ ബ്ലാക്ക് തീമിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു ക്രോമിയം പ്ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാം. വേറൊരു കാര്യം, ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന മോഡലിനകത്തൊരു ഫോഗ് ലാമ്പ് ഉണ്ടായിരുന്നു.
ഇപ്പോൾ ഫോഗ് ലാമ്പ് മിസ്സിംഗ് ആണ്. ഫോഗ് ലാമ്പ് മിസ്സിംഗ് എന്ന് പറയാൻ പറ്റില്ല, അത് ഹെഡ് ലാമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഹെഡ് ലാമ്പിനെ കുറിച്ച് പറയാം. വളരെ വിഖ്യാതമായിട്ടുള്ള തോർസ് ഹാമർ സിസ്റ്റത്തോടു കൂടി വന്നുള്ള ഹെഡ് ലാമ്പാണ്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു തോർസ് ഹാമർ സിസ്റ്റം അല്ല ഇപ്പം വന്നേക്കുന്നത്. കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്, എന്നാൽ ആ ഒരു ഐഡൻറ്റിറ്റി നിലനിർത്തിയിട്ടുണ്ട് എന്നതാണ്. ഹെഡ് ലാമ്പ് മാറിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടിരുന്നത് ധാരാളം ചേമ്പറുകളായിട്ടുള്ള ഹെഡ് ലാമ്പായിരുന്നു. ഇപ്പോൾ നമുക്കൊരു LED ഹെഡ് ലാമ്പ് കാണാം. അത് ഒറ്റ ലൈറ്റും കാര്യങ്ങളും അതിനകത്ത് ഫോഗ് ലാമ്പും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് വന്നത്. അത് ഈ ഒരു യൂണിറ്റ് മൊത്തം മാറിയിട്ടുണ്ട്. എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ, ഒന്ന് ഇവിടെ ഓൾവോ ലെറ്ററിങ്, നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ലെറ്ററിങ് പാറ്റേൺ തന്നെ എൻ്റെ ഡിഫറെൻ്റ് ആക്കിയിട്ട് ഇവിടെ വളരെ മിനിമലിസ്റ്റ് ആയിട്ട് വോൾവോ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു ഭാഗം, ഈ ഹുഡിൻ്റെ ഈ ഒരു എൻഡ്, ഇതിലും കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റൈലല്ല ഈ ഒരു ഭാഗത്തേക്ക് വന്നേക്കുന്നതാണ്. വേറൊരു ചേഞ്ച് ഈ ഒരു ക്യാരക്ടർ ലൈനാണ്, അതായത് ഹുഡിൽ കൊടുത്തേക്കുന്നത്. ഇത് ശരിക്കും ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് ഫെയ്ഡ് ഔട്ട് ആവുന്ന പോലെ കൊടുത്തേക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു കർവ് പോലെ വന്ന് നിൽക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഫ്രണ്ടിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഇൻട്രസ്റ്റിംഗ്. വോൾവോ ലോഗോക്കകത്ത് 360 ഡിഗ്രി ക്യാമറ വ്യൂവിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാം. ഇതിനകത്ത് ആക്ച്വലി അഡാസ് ഇല്ല, അഡാസ് ഉണ്ട് എന്നും പറയേണ്ടി വരും. ക്യാമറ വൈസ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ആ ഒരു ലൈൻ കീപ്പ് അസിസ്റ്റ്, എമർജൻസി ബ്രേക്കിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇതാണ് ഫ്രണ്ട്. ഇനി ഒരു ചേഞ്ച് കൂടി ഉണ്ട്. ഈ ഒരു ഭാഗം നേരത്തെ ഉണ്ടായിരുന്ന ബമ്പർ ഡിസൈൻ അല്ല ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നേരത്തെ ഇവിടെ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ സാധനമായിരുന്നു, അതെടുത്ത് വെർട്ടിക്കലാക്കിയിട്ടുണ്ട്. ഇതൊരു എയർ കാർട്ടൺ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഡിസൈൻ എലമെൻറ്റ് മാത്രമാണ്. അതിനകത്ത് നമ്മുടെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ കാണാം. ശരിക്കും നേരത്തെ ഉണ്ടായിരുന്ന ഫ്രണ്ടേ അല്ല, എൻ്റേർലി ഡിഫറൻ്റ് ആണ്. ബട്ട് ആ ഒരു DNA അതേപോലെ തന്നെ പെട്ടെന്ന് കാണുമ്പോൾ XC90 എന്ന് ആർക്കും മനസ്സിലാവും. സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്തും ചില ചേഞ്ചസുകൾ കൊണ്ടുപോകുന്നുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം വീൽ ഡിസൈനാണ്. 20 ഇഞ്ച് വീലുകൾ തന്നെയാണ്, പക്ഷേ അതിനകത്തുള്ള അലോയ് വീൽ പാറ്റേൺ കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു പാറ്റേണിലല്ല ഇത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ നമുക്കൊരു സ്റ്റെപ്പ് കാണാം. വാഹനത്തിനകത്തേക്ക് കയറാൻ ഒരു സ്റ്റെപ്പിൻ്റെ ഫെസിലിറ്റി, അത് നേരത്തെ ഉണ്ടാവാത്ത ഒരു സാധനമായിരുന്നു. സൈഡ് വ്യൂ മിറർ, അതിനകത്ത് ക്യാമറ, ഇൻഡിക്കേറ്റർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാം. ബി പില്ലർ ഒരു ബ്ലാക്കിഷ് ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നൈസ്. ഡോർ ഹാൻഡിൽസ് ഒക്കെ ബോഡി കളേർഡ്, അതൊക്കെ വലിയ കാര്യമായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. സൈഡ് പ്രൊഫൈലിൽ അങ്ങനെ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് പറയാനില്ല. പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് ആ ഒരു വീൽ ചേഞ്ച് മാത്രമാണ്. റിയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്തും ചെറിയ ചില എലമെൻറ്റിക്കൽ ഡിഫറൻസ് എന്ന് പറയാം അല്ലേ. അതിലൊന്നാണ് റിയർ വൈപ്പർ. നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരു വൈപ്പർ പാറ്റേൺ ഇങ്ങനെയല്ലായിരുന്നു, ഒരു ചെറിയ കറവോട് കൂടിയിട്ടൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് ഇതിനകത്തേക്ക് വന്ന സമയത്ത് ഒരു പുതിയ വൈപ്പർ യൂണിറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ ടൈൽ ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഒരു ബ്ലാക്ക് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ. അതൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല. കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ടൈൽ ലാമ്പ് ഡിസൈൻ ആയിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ട് ഒരു ഫോഗ്ഡ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. XC90 വോൾവോ ബാഡ്ജിങ്, B5 ഓൾ വീൽ ഡ്രൈവ് തുടങ്ങിയിട്ടുള്ള ബട്ടൺസും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം. സ്വൈപ്പ് ഓപ്പൺ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കീ അതിനകത്താണ്. ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹാസൽ ഫ്രീ ആണ്, അതായത് ഓട്ടോമാറ്റിക് ഓപ്പണിംഗ് ടെയിൽ ഗേറ്റ് സിസ്റ്റം നമുക്കിവിടെ കാണാം. ഈ സാധനം പാർസൽ ട്രേ, ഇത് വെക്കാൻ വേറെ എവിടെയും സ്ഥലമില്ല എന്നുള്ളത് ഇവിടെ വെച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായില്ലേ. ഇത് ശരിക്കും ഇവിടെ ഈ 3rd റോ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. തൽക്കാലത്തേക്ക് ഞാനിതിവിടെ മാറ്റി വെക്കാം. ഇനി ബൂട്ട് സ്പേസിലേക്ക് വരാം. ബൂട്ട് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഈ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാം. അതിനുള്ള സംഭവം ഇവിടെ കൊടുത്തത് മാനുവലാണ് കേട്ടോ. അങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നമുക്ക് നല്ല എക്സ്റ്റെൻഡബിൾ ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. ഞാൻ രണ്ടും ഫോൾഡ് ചെയ്യാം. ഇപ്പോൾ രണ്ടും ഫോൾഡ് ചെയ്തു. അപ്പോൾ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് നമുക്ക് ഇതിനകത്ത് കിട്ടും. 5 സീറ്ററായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ആക്ച്വലി ഇതൊരു 7 സീറ്ററാണ്. ഇനി നമുക്ക് പാർസൽ ട്രേ കണക്ട് ചെയ്യാം. പാർസൽ ട്രേ കണക്ട് ചെയ്യുന്ന ഭാഗത്ത് ഈ ഒരു ഭാഗത്താണോ, ഇവിടെ ആയിട്ടാണ് അത് കണക്ട് ചെയ്യുക. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡർ കാണാം. അതല്ല ഇൻട്രസ്റ്റിങ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഈ സ്റ്റോറേജ് സ്പേസിൻ്റെ കവറിൽ കണ്ടോ ഒരു 8 കാലിയും അതിൻ്റെ ചിലന്തി വലയും കൊടുത്തിട്ടുണ്ട്. അതെന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എന്തുകൊണ്ടായിരിക്കും ഈ സ്റ്റോറേജ് സ്പേസിൻ്റെ കവറിനകത്ത് ഒരു 8 കാലിയും അതിൻ്റെ ചിലന്തി വലയും കൊടുത്തിരിക്കണത് എന്നുള്ളതാണ്. ഭയങ്കര ചോദ്യമൊന്നുമില്ല, രസമായിട്ട് ചോദിച്ചാണ്. വേറെ കാര്യം, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് സസ്പെൻഷൻ താഴ്ത്താനും പൊക്കാനും പറ്റും. അപ്പോൾ വെയിറ്റുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ എടുത്തു വെക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഒന്ന് ചെറുതായിട്ട് താത്താം, ചെറിയൊരു സപ്പോർട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇവിടെ ഉണ്ടാവും. ഈ ഒരു സംഭവം ഇത് ഇങ്ങോട്ട് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഡിവൈഡറായിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും ഉരുണ്ടു പോകുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വന്ന് ഇങ്ങനെ ടെയിൽ ഗേറ്റിൽ അടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ തടഞ്ഞു നിന്നോളും. അത്യാവശ്യം കേപ്പബിൾ ആണ് കേട്ടോ. ഇനി വേറൊന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഉപകാരമാണ്, പേഴ്സണൽ തോട്ടാണ്. ഇങ്ങനെ ചാരിയിരിക്കുക. നമ്മളൊരു എൻജോയ്മെൻറ്റും കൂടെ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബീച്ചിലൊക്കെ കൊണ്ടുപോയിട്ടിട്ട്, അല്ലെങ്കിൽ ഇതേപോലെ നല്ലൊരു വ്യൂ ഉള്ളൊരു സ്ഥലത്തൊക്കെ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ ചാരിയിരിക്കാം.
പൊട്ടൂല, അത്യാവശ്യം നല്ല ഉറപ്പൊക്കെ ഉണ്ട്. ഇതേ സിസ്റ്റം എനിക്ക് തോന്നുന്നു നമ്മൾ റേഞ്ച് റോവറിനകത്താണോ ഏതിനകത്താണ്, ഏതൊക്കെ ഒരു വണ്ടിനകത്ത് നമ്മളിത് കണ്ടതുപോലെ ഓർക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും അത് ഓർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയും ഇതിനകത്ത് ഗുണങ്ങളുണ്ട്. 2 ഹുക്ക് കാണാം. നമുക്ക് മീനൊക്കെ വാങ്ങി കഴിഞ്ഞാൽ നിലത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ വേണമെങ്കിൽ തൂക്കിയിടാം. അല്ലെങ്കിൽ എന്തെങ്കിലും നനഞ്ഞ സാധനങ്ങളൊക്കെ ആണെങ്കിൽ, ഇപ്പം മിൽക്ക് വാങ്ങുകയാണെങ്കിൽ അത് ഐസ് ആയതുകൊണ്ട് തണുപ്പുള്ളതുകൊണ്ട് വെള്ളം ഇങ്ങനെ ഇറ്റുകൊണ്ടിരിക്കും. അത് വേണമെങ്കിൽ ഇതിപ്പോൾ തൂക്കിയിട്ട് കഴിഞ്ഞാൽ വല്ലാണ്ട് നനയില്ല, എന്നാലും ചെറിയ തുള്ളിലേക്ക് ഇറ്റും, അത് വേറെ വിഷയം. എനിവേ കവർ തൂക്കിയിടാനുള്ള പർപ്പസാണ് മെയിൻലി. ഇനി ഇവിടെ നമുക്കൊരു ഹോൾഡർ കാണാം. ഇതിനപ്പോൾ നമ്മൾ ക്യാൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിമേ ഹോൾഡ് ചെയ്ത് വെക്കാം. നൈസ്. അപ്പോൾ ഒരു മൾട്ടി പർപ്പസ് സാധനം, ചാരിയിരിക്കാം, ഡിവൈഡറായിട്ട് യൂസ് ചെയ്യാം, സാധനങ്ങൾ തൂക്കിയിടാം, സാധനങ്ങൾ കൊളുത്തി വെക്കാം, ആവശ്യമില്ലെങ്കിൽ മടക്കി വെക്കാം. ഓക്കെ, ഇനി വീണ്ടും ഇവിടെ ഒരു ഇതുണ്ട്. ഇത് ജസ്റ്റ് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴ്ഭാഗത്തേക്ക് നമ്മുടെ ടൂള്, സ്പെയർ വീല് അങ്ങനത്തെ ആക്ടിവിറ്റീസിനെയും കാണാൻ പറ്റും. നൈസ്. ജാക്കൊക്കെ കാണാം അവിടെ കേട്ടോ, ഇൻട്രസ്റ്റിംഗ്. ലാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് 2 ഭാഗത്തും. ഈ AC വെൻറ്റും ആ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ 7th പാസഞ്ചറിൻ്റെയാണ്, അതായത് 3rd റോ പാസഞ്ചേഴ്സിൻ്റെ. ഇനി വേറൊരു കാര്യം, ഇവിടെ നിങ്ങളൊരു AC വെൻറ്റ് കണ്ട, ഈ AC വെൻറ്റിന്മേ ഒരു കുനിപ്പ് കണ്ട, ഇത് ശരിക്കും തിരിക്കാനൊന്നും പറ്റില്ല, അത് ആ ഒരു പൊസിഷനിൽ മാത്രമേ നിൽക്കുള്ളൂ. അവിടെ എന്തിനാണ് അങ്ങനെ ഒരു കുനിപ്പ് കൊടുത്തതെന്നറിയോ? അത് വെറുതെ കൊടുത്തതല്ല, അതിൻ്റെ പിന്നിലും ഒരു എൻജിനീയറിംഗ് ബ്രില്യൻസ് ഉണ്ട്. അതായത് ബാക്കിലത്തെ സീറ്റ് ബെൽറ്റുകൾ ഇങ്ങനെയാണുള്ളത്. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് സീറ്റ് ഫോൾഡാണ് അല്ലെങ്കിൽ നേർന്നിരിക്കണം, ആരുമില്ല, ഇത് ഇതുപോലൊക്കെ തട്ടി ഇവിടെയൊക്കെ തട്ടി ഇങ്ങനെ സൗണ്ട് ഉണ്ടാവുന്ന പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെടുത്തിട്ട് ഈ ഒരു ഭാഗത ഇവിടെ കൊളുത്തി വെക്കാം, അപ്പോൾ ഒച്ച ഉണ്ടാവില്ല. അങ്ങനെ ഒരു എൻജിനീയറിംഗ് ബ്രില്യൻസിൻ്റെ പുറത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഇത് എന്നുള്ളതാണ്. മൊത്തത്തിൽ ഭയങ്കര രസമാണ്. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂട്ട് ഗേറ്റ് ക്ലോസിങ് ബട്ടൺ ഇത് ശരിക്കും XC90 അല്ല, ഇതൊരു സെഡാൻ്റെ ആണോ, വേറെ ഏതോ സെഡാൻ്റെ എടുത്ത് വെച്ചേക്കാനാണ് എന്നുള്ളതാണ്. ക്ലോസ് ചെയ്യാം, ഹാസൽ ഫ്രീ ആയിട്ട് വന്ന് ക്ലോസ് ചെയ്തോളും. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ഇവിടെ നമുക്ക് ഡീഫോഗർ ലൈൻസ് കാണാം, അതുപോലെ തന്നെ സ്പോയിലർ കൊടുത്തിട്ടുണ്ട്, ഹൈബോൾട്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തിക്നെസ്സിൽ എന്തോ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ അതങ്ങനെ ഐഡൻറ്റിക്കലി വിസിബിൾ അല്ല. പിന്നെ നമുക്ക് അവിടെ ഷാർക്ക് ഫിൻ ആൻറ്റിനെയും കാണാം എന്നുള്ളതാണ്. മൊത്തത്തിൽ ഈ ചേഞ്ചുകളെല്ലാം കൂടി ചേർത്ത് വെക്കുന്ന സമയത്ത് ഇതാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ. നല്ല ചേഞ്ച് ഫ്രണ്ടിൽ വന്നു, സൈഡിലൊക്കെ ചെറിയ ചെറിയ ചേഞ്ചുകൾ കൊണ്ടുവന്നു. സൈഡ് പ്രൊഫൈലിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ചേഞ്ച് ഇല്ല. ഫ്രണ്ടിലത്തെ ആ ഒരു വലിയ ചേഞ്ചും ബാക്കിലത്തെ ചേഞ്ചും ഒക്കെ കൂടി ചേർത്ത് വെക്കുമ്പോഴും സ്റ്റിൽ XC90 DNA അതേപോലെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇൻവോൾവ് വേണ്ടത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഓർമ്മ വരേണ്ടവരെ. ഇപ്പോൾ കുറേ വീഡിയോസിൽ കമൻറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ എന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് ഇൻവോൾവ് വേണ്ട ഓർമ്മ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് എന്നെ കാണുമ്പോൾ അവർക്ക് ഇൻവോൾവ് വേണ്ട ഓർമ്മ വരുന്നത് എന്നുള്ളതാണ്. നമ്മളൊരു മാസത്തിൽ 3 വീഡിയോകളിലൊക്കെ ഇൻവോൾവ് വേണ്ട പരിചയപ്പെടുത്താറുണ്ട്, ഒരുപാട് ആൾക്കാർ വാങ്ങാറുണ്ട്, ഒരുപാട് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട്, നല്ല ഫീഡ്ബാക്കാണ്. അതിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ആമസോണിൽ തന്നെ ബെസ്റ്റ് സെല്ലർ പ്രൊഡക്റ്റുകളിലൊന്നായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇൻവോൾവ് വേണ്ടിൻ്റെ മസ്ക് എന്ന് പറയുന്ന ഫ്രാഗ്രൻറ്റ്. ഭയങ്കര അറബിക് ഒരു ടച്ചുള്ള, എന്നാൽ അത്ര ഹാർഡായിട്ടുള്ള ഒരു മസ്ക് ഫ്രാഗ്രൻറ്റും അല്ല, ഭയങ്കര ലൈറ്റായിട്ടുള്ള, വണ്ടിക്കകത്ത് ആ ഒരു AC തണുപ്പും ഇതും കൂടിയൊക്കെ ചേരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രാഗ്രൻ്റാണിത്. 400 രൂപയോളാണ് ഇതിൻ്റെ വില വരുന്നത്. 10% ഡിസ്കൗണ്ട് നമ്മൾ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടും. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, ഉപയോഗിച്ചിട്ട് അഭിപ്രായം പറയാം. ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് പോവുകയാണ്. അതിന് മുന്നൊരു കാര്യം പറയാം, ലാമിനേറ്റഡ് വിൻഷീൽഡുകൾ ആദ്യമായിട്ട് വാഹന വിപണിയിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തത് വോൾവോ ആണ്. ഡോർ തുറക്കുന്ന സമയത്ത് ഒരു കാര്യം പറയാം, പ്രീമിയം ഇൻറ്റീരിയറാണ്. ശരിക്കും പുറത്തുനിന്ന് കാണുന്ന സമയത്ത് ആ ഒരു സാധാരണ കാറിൻ്റെ ടച്ചൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് അത് ലെവൽ അപ്പ് ആയിട്ടുണ്ടാവും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇൻസുലേഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വിൻഡോ താഴ്ത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടേക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, 2 ഗ്ലാസ്സുകൾ ജോയിൻ ചെയ്ത പോലെയാണ് ഇതിൻ്റെ വിൻഡോ കൊടുത്തിട്ടുള്ളത്. അത്രയും പവർഫുള്ളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എർത്ത് വെച്ച് ടെസ്റ്റ് ചെയ്തു എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. റോൾ ഓവർ ചെയ്ത് കഴിഞ്ഞാലും വണ്ടി സേഫ് ആവാനുള്ള ഫെസിലിറ്റി ഒക്കെ ഇതിനകത്ത് ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, സേഫ്റ്റിയുടെ പരമായിട്ട് സംസാരിക്കുന്ന സമയത്ത്. ഡോർ സൈഡ് നോക്കിയാൽ ബ്യൂട്ടിഫുള്ള് ഒരു വുഡൻ എലമെൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന വുഡൻ എലമെൻറ്റിനേക്കാളും കുറച്ചുകൂടി പ്രീമിയം അപ്പീലുള്ള വുഡൻ എലമെൻറ്റാണ്. മെമ്മറി ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം കാണാം. ശരിക്കും ഇതിൻ്റെ സ്പീക്കർ പല ഭാഗത്തും ഉണ്ട്, ഭയങ്കര ക്വാളിറ്റി മ്യൂസിക്കാണ്. ഡോർ ഹാൻഡിൽസ് ഒക്കെ ഒരു ക്വാളിറ്റി ആൻഡ് പ്രീമിയം ടച്ചില്ലേ. ഈ ബട്ടൺസൊക്കെ നോക്കിയാൽ ഒരു പിയാനോ ബ്ലാക്കിനകത്ത് മനോഹരമായിട്ടുള്ള ബട്ടണുകൾ. ഇതൊക്കെ ലെതറാട്ടോ, ഈ കാണുന്നത് ഇത് ലെതറാണ്. ഇത് പ്ലാസ്റ്റിക് ആണ്, ബട്ട് സ്റ്റിൽ നല്ല ക്വാളിറ്റി. സൗണ്ടിനുണ്ടോ നല്ലൊരു ക്വാളിറ്റി പ്ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്കൊരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഭാഗം കാര്യങ്ങളൊക്കെ കാണാം. വാഹനത്തിനകത്തേക്ക് കയറാൻ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. AC വെൻ്റ് നോക്കൂ. ഈ AC വെൻ്റ് പുതിയതാണ്, നേരത്തെ ഉണ്ടായിരുന്ന AC വെൻ്റ് ഇങ്ങനെയല്ല, ഇതൊരു പ്രത്യേക ടൈപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നൈസ്. ആ വുഡൻ ട്രിം കൂടെ കാണാം. ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ബട്ട്
അവിടെ കണ്ട അതേപോലെ തന്നെയുള്ള ബട്ടറാണ്, പുതിയ ബട്ടറല്ല. സീറ്റിനെ കുറിച്ച് കൂടി പറയാം. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റാണ്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി കാണിക്കുമ്പോൾ എനിക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. നോക്കി സീറ്റിൻ്റെ പൊസിഷൻ നോക്കി. ഇതിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾവോ എപ്പോഴും അവകാശപ്പെടുന്ന ഒരു കാര്യമാണ്, ബാക്ക് പെയിൻ ഉള്ള ആളുകൾക്ക് പോലും ഇതിനകത്ത് നിന്ന് എത്ര ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാലും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്നുള്ളത്. നമ്മൾ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ബോഡി ടച്ച് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. എക്സ്റ്റൻഡബിൾ തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷനാണ്. ഓക്കെ, ഞാൻ വീണ്ടും കയറിയിരിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നൈസ് ഹെഡ് റൂം ഉണ്ട്, വിസിബിലിറ്റി കൊള്ളാം. എൻ്റെ ഐൻ്റെ മുകളിലാണ് ഈ വിൻഷീൽഡ് വന്ന് നിൽക്കുന്നത്, അതുകൊണ്ട് തടസ്സങ്ങളൊന്നും കാര്യമായിട്ടില്ല. പെഡലിലേക്ക് വരാം. സ്റ്റീൽ പെഡൽസ് ഒന്നുമല്ല, സാധാ പെഡൽസ് തന്നെയാണ്, പക്ഷേ ഡെഡ് പെഡൽ കൊടുത്തിട്ടുണ്ട്. ഗുഡ്. സ്റ്റിയറിംഗ് വീല് വോൾവോ ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു പഴയ സ്റ്റിയറിംഗ് വീലിനാണ്, കാര്യമായിട്ട് മാറ്റമൊന്നും വന്നിട്ടില്ല. വേറെ കാര്യം, ഈ സീറ്റിനകത്ത് മസാജിങ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സീറ്റ് വിത്ത് മസാജിങ് ഫങ്ഷൻ. നൈസ്. ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്തും ചില ചേഞ്ചുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ വുഡൻ ട്രിം ഉണ്ടായിരുന്നു, പക്ഷെ അത് കുറച്ചും കൂടി ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു ഫാബ്രിക് മെറ്റീരിയലാണ്, എല്ലാം കൂടി ചേർന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്പീക്കറിൻ്റെ അതിൽ ശരിക്കും ഇവിടെ പോഷിലൊക്കെ വരുന്ന സമയത്ത് ക്ലോക്കാണ് വരാറുള്ളത്. ഓക്കെ, ഇവിടെ സ്പീക്കറാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ നേരത്തെ ഉണ്ടായിരുന്നത് വേറെ ആയിരുന്നു, ഇതിപ്പോൾ ഒരു പുതിയ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ ഭാഗമാണ്. വേറൊരു ചേഞ്ച് ഇവിടെ വന്നേക്കുന്നത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നത് ഇതെല്ലാം കൂടി ഒറ്റ യൂണിറ്റ് ചെയ്യുന്നത്, അതായത് AC വെൻറ്റും ഇതൊക്കെ കൂടി ഇതിനകത്ത് തന്നെ വെച്ചേക്കുന്ന തരത്തിലായിരുന്നു. പക്ഷേ ഇത് കുറച്ചും കൊണ്ട് പുറത്തേക്ക് തള്ളിയിരിക്കുന്നത്, അത് സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ശരിക്കും മനസ്സിലാവും ഇത് കണ്ട് സ്റ്റാൻഡ് ഫ്രീ ആയിട്ട് നിൽക്കുന്ന പോലെയാണ്. പക്ഷേ ഇതിനകത്തുള്ള രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന്, ഇതിനകത്തൊരു ആൻഡ്രോയിഡ് ഓട്ടോ ഇല്ല. ഗൂഗിൾ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആൻഡ്രോയിഡ് ഓട്ടോ വേണ്ടെന്ന് തീരുമാനിച്ചത്. ഐഫോൺ എതിരാളികൾ കേൾക്കണ്ട, വോൾവോക്കകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ഇല്ല, ആപ്പിൾ കാർപ്ലേ മാത്രമേ ഉള്ളൂ. രണ്ടാമതൊരു കാര്യം, ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവ് മോഡ് സെലക്ഷൻ ഇതിനകത്താണ്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഡ്രൈവ് മോഡ് മാറ്റണം. ഓക്കെ, നമ്മൾ പോയിക്കൊണ്ട് ഇവിടെ ബട്ടണില്ല, അപ്പോൾ ഇവിടെ വന്ന് ഇത് സെലക്ട് ചെയ്ത് ഓഫ് റോഡ് മോഡ്, സ്റ്റാൻഡേർഡ് മോഡ്, അങ്ങനെ നമ്മൾ സസ്പെൻഷൻ്റെ സെറ്റിങ്സും ഒക്കെ സ്ക്രീനിനകത്ത് ചെയ്യണം. അതെന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം, ടെമ്പറേച്ചർ കൺട്രോളും അതും ഇതിനകത്താണ് കൊടുത്തേക്കുന്നത്. ഓട്ടോ മാനുവൽ. ഇതിൻ്റെ ഫ്ലോ ഒക്കെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. AC വർക്ക് ചെയ്യുന്നതൊക്കെ കാണാം. സ്പീഡ് ഇവിടെ ഇതാക്കാം. അതുപോലെ തന്നെ എയർ ക്വാളിറ്റി ഇൻ കാർ ഗുഡാണ്, ഔട്ട് സൈഡ് മോഡറേറ്റ് ആണ്. അതൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എയറിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത്, അതിൻ്റെ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. നൈസ്. ഇനി സീറ്റിൽ എടുത്തു കഴിഞ്ഞാൽ വെന്റിലേഷൻ, മസാജ്, ഇത് AC ആണ്. അപ്പോൾ അതിനകത്ത് മസാജിൻ്റെ ഫങ്ഷൻസ് കൂടി വരുന്നുണ്ട് കേട്ടോ. റിയർ സീറ്റിൻ്റെ കൺട്രോളും നമുക്കിവിടെ ചെയ്യാൻ പറ്റും. നൈസ്. അതായത് റിയർ AC. ഇതാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മ്യൂസിക് ബട്ടൺ, പ്ലേ പോസ് ബട്ടൺ, അതുപോലെ തന്നെ ഹസാർഡ് ലാമ്പിൻ്റെ ബട്ടൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ ഈ ഒരു ബട്ടൺ ഇത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിക്കോ, ഗ്ലോ ബോക്സ് ഓപ്പൺ ആവും. ഇനി ഇതുവരെ ഒന്നുകൂടി നോക്കി കഴിഞ്ഞാൽ ക്ലോസ് ആവില്ല, നമ്മൾ ക്ലോസ് ചെയ്യണം. ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരാം. ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അതിനകത്ത് സീറ്റിൽ റെഡ് എത്തി കൊടുക്കുന്നുണ്ടല്ലേ, കാരണം ഞാൻ സീറ്റിൽ ഇരിക്കുന്നുണ്ട്, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ്. ഇവിടെ നമുക്ക് മാപ്പും കാര്യങ്ങളൊക്കെ കാണാം, അത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പീഡോമീറ്ററും RPM മീറ്ററും ഒക്കെ കാണുന്ന തരത്തിൽ അത്യാവശ്യം വിസിബിൾ ആയിട്ടുള്ള, റീഡബിൾ ആയിട്ടുള്ള, ക്ലാരിറ്റി ഉള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ഇനിയില്ലേ സൺറൂഫ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയ സംഭവം ഉണ്ട്. ജസ്റ്റ് അതിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാവും. ബട്ടണൊന്നല്ല, സ്വൈപ്പിംഗ്. S-ക്ലാസ് കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇനി സെൻട്രൽ ടണലിലേക്ക് വരാം. സെൻട്രൽ ടണലിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ട്രാൻസ്മിഷൻ കാണാം. ഇതിനകത്ത് ലൈറ്റൊക്കെ കത്തുന്നുണ്ട് കേട്ടോ. അമ്പെ ലൈറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ക്രിസ്റ്റലാണ്. ഇതിനകത്ത് ശരിക്കും സ്വീഡൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്വീഡനിൽ കൊണ്ടുവന്നായിരിക്കും എന്ന് മനസ്സിലാക്കുന്നത്. എനിവേ, ഇതാണ് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ്. വണ്ടി ഓഫായി നമ്മൾ ബ്രേക്ക് പിടിച്ചതാക്കി കഴിഞ്ഞാൽ ഓണാവും. പാർക്ക് ബ്രേക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഇവിടെ ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് കപ്പ് ഹോൾഡറാണ്. നേരത്തെ ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിങ് പോർട്ടും കപ്പ് ഹോൾഡറും ഒക്കെ കൂടിയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം വയർലെസ് ചാർജിങ് പോർട്ട് ഇങ്ങോട്ട് ഡെഡിക്കേറ്റഡ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇതിൻ്റെ ഈ ഒരു സംഭവമില്ലേ, ഈ രണ്ട് ഇതളുകൾക്കിടയിലായിട്ട് നമുക്ക് ഈ കീനെ എങ്ങനെ വെക്കാൻ പറ്റും? വോൾവോ എൻജിനീയറിംഗ് ബ്രില്യൻസ്. അപ്പോൾ ഇത് ഇതിനകത്ത് കിടന്നിട്ട് കൊടു അടിച്ച് കളിക്കൊന്നുമില്ല. ഇതിനകത്ത് വേണമെങ്കിൽ വെക്കാം.
ഭയങ്കര സംഭവമാണ്. ഈ കപ്പ് ഹോൾഡറിനകത്ത് പല ബ്രാൻഡുകളും പല രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇനി ഇങ്ങോട്ട് വരാം. ആംബ്രസ്റ്റിൻ്റെ താഴ്ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ്, സി ടൈപ്പ് ചാർജിങ് പോർട്ട്, 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. യാ ലവ്ലി. ഓട്ടോമാറ്റിക് ഡയറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ, അടിപൊളിയല്ലേ? ഒരുവിധം വലിയ വാഹനങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഫ്രണ്ട് സീറ്റൊക്കെ ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും. റിയറിലേക്ക് വരുന്ന സമയത്ത് കുറച്ചിപ്പോൾ ജീവാകൾ നമ്മൾ കണ്ടിട്ട്, പക്ഷേ ഇതിനകത്ത് ഓക്കെയാണ്. ഞാൻ അത്ര കൊണ്ട് ഹാപ്പിയിൽ പറയുന്നില്ല, എന്നാൽ മോശമായിട്ടും പറയുന്നില്ല. സീറ്റ് തൈ സപ്പോർട്ട് ഉണ്ട്, ചെറുതായിട്ടാണ്. കുറച്ചും കൂടി ആയിരുന്നെങ്കിൽ ആ ഒരു ഫ്രണ്ടിലിന് ഇതിപ്പോൾ ഈ ഒരു സീറ്റിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ സീറ്റിൽ തൈ സപ്പോർട്ട് കുറവാണ്. ആ തൈ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം നമുക്കുണ്ട്. 3 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, 4മതൊരാൾക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ നമുക്കിതാ ടെമ്പറേച്ചർ കൺട്രോളൊക്കെ കാണാം. ടച്ചാണ്. AC വെൻറ്റ് കാണാം, 2 സെപ്പറേറ്റ് ക്ലോസ് ചെയ്യാം. ഇനി ഈ കപ്പ് ഹോൾഡറിനകത്തൊരു ചെറിയ മാറ്റം ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നത് ഒരുമിച്ച് ഓപ്പൺ ആവുന്നതായിരുന്നു. ഇപ്രാവശ്യം ഓരോന്ന് ഓപ്പൺ ആക്കാൻ പറ്റുന്ന തരത്തിൽ കൊടുത്തിരിക്കുന്ന ആംബ്രസ്റ്റാണ്. നൈസ്. കൈ വെക്കുമ്പോൾ ആംബ്രസ്റ്റിൻ്റെ ഭാഗമാണ് കൂടുതലുള്ളത്, അത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, റെഡി. ഇനി ഈ സീറ്റിനകത്തൊരു 7th റോ സീറ്റ് ഉണ്ട്. ഞാൻ അതിനകത്ത് ഇരുന്ന് കാണിക്കുന്നില്ല, കാരണം എൻ്റെ കാലം എന്തായാലും അതിനകത്ത് തട്ടും. ബട്ട് ചിൽഡ്രൻസിനൊക്കെ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. സീറ്റൊക്കെ ഇതേപോലെ തന്നെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഇതിൻ്റെ ഹൃദയത്തെക്കുറിച്ച് സംസാരിക്കാം. മുൻപ് ഡീസൽ എഞ്ചിനുകൾ അവൈലബിൾ ആയിരുന്നു, പക്ഷേ ഇപ്പം ഇന്ത്യയിൽ പെട്രോൾ എഞ്ചിനുകൾ മാത്രമാണുള്ളത്. ഈ വരനെ നേരെ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്കിത് ഓപ്പൺ ആക്കാനുള്ള ബട്ടൺ ഉണ്ടാവേണ്ടിയാണ്. ഈ വര നോക്കൂ, ഈ വര നേരെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് ഇതിന് ഓപ്പൺ ആക്കാനുള്ള ബട്ടൺ ഉള്ളത്. ഇനി ഇത് ഓപ്പൺ ആക്കുന്ന സമയത്തുള്ളൊരു കാര്യം, ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ആക്കി, ഇത് നിൽക്കുന്ന നോക്കിയാൽ എത്തൂല. അത് സൈഡിൽ പോയിട്ട് എന്ത് ചെയ്യണം, താഴ്ത്തുന്ന സമയത്ത് അത്രയും വൈഡായിട്ട് ഓപ്പൺ ആവുള്ളൂ. ഇനിയൊന്നും ഇങ്ങനെ ഓപ്പൺ ആവുന്നതിനുള്ള ഗുണം, എഞ്ചിനൊക്കെ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ടെക്നീഷ്യൻസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ഒരു 2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. അതുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1969 cc പെട്രോൾ എഞ്ചിൻ, 247 ഹോഴ്സ് പവറും 360 Nm ടോർക്കുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. 1,03,00,000 രൂപയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് കണക്ക്. ക്ലോസിങ് ഒരു ഹിമാലയൻ ടാസ്ക്. ഇന്നെ സംബന്ധിച്ചോളം അത് എത്തുന്നില്ല. അപ്പോൾ ഇന്നത്ര ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ. ഇതാണ് എൻജിൻ. ഇനി നമുക്കിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ബാക്കി വിശേഷങ്ങൾ സംസാരിക്കാം. നമ്മളേ വോൾവോ XC90 ഒന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാം, ഒരു ആശ്ചര്യം പറഞ്ഞാൽ തുടങ്ങാം. അതായത് 4 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ XC90 ഒരു വീഡിയോ ചെയ്യുന്നത്, നമ്മുടെ ചാനലിലൊക്കെ തുടക്ക കാലഘട്ടങ്ങളിൽ. ആ സമയത്ത് നമ്മൾ അന്ന് അതിന് കൊടുത്തിരുന്ന ക്യാപ്ഷൻ ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന കാർ എന്നുള്ളതായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം, ഒന്ന് ലൈൻ കീപ്പ് അസിസ്റ്റ് ഉണ്ട്, എമർജൻസി ബ്രേക്കിംഗ് ഉണ്ട്. അപ്പോൾ സ്റ്റിയറിംഗ് വീൽ ആ ഒരു ലൈനിനിടയിലൂടെ കറക്റ്റായിട്ട് കൺട്രോൾ ആയിട്ട് പോവും. എമർജൻസി മുന്നിൽ വണ്ടി വന്നു കഴിഞ്ഞാൽ എമർജൻസി ബ്രേക്കിംഗ് ആവും. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ആണ്. മുന്നിലത്തെ വണ്ടിൻ്റെ ഇതനുസരിച്ച് ക്രൂസ് കൺട്രോൾ അങ്ങോട്ടും ഇങ്ങോട്ടും, മീൻസ് വേഗത അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യും. അതിൻ്റെ കൂടി ഒരു കാര്യം കൂടി പറയട്ടെ, ലൈറ്റ് ഭയങ്കര കുറവാണ്, കാരണം നല്ല മഴ പെയ്ത് ഇരുടായിട്ടുണ്ട്. സത്യത്തിൽ ഇപ്പോൾ സമയം 5:30 5:45 ആ ഒരു സമയം കേട്ടോ. വെളിച്ചം ഉണ്ടാവേണ്ട സമയമാണ്, മഴ പെയ്യുന്നതുകൊണ്ട് വെളിച്ചം പോയതാണ്. ഓക്കെ, അപ്പോൾ അന്ന് അങ്ങനത്തെ ഫീച്ചറുകളൊക്കെ ഉണ്ടായതുകൊണ്ട് അത് ഭയങ്കര ആശ്ചര്യമായിരുന്നു. 4 വർഷം മുമ്പ് അങ്ങനത്തെ ഒരു ഫീച്ചർ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സംഭവമായിരുന്നു. ഇന്നും ഭയങ്കര സംഭവം തന്നെയാണ്. ബട്ട് അന്ന് വേറെ വണ്ടികളിലൊന്നും അങ്ങനെ ഇല്ല. ഇന്നിപ്പോൾ നമ്മൾ അഡാസും കാര്യങ്ങളൊക്കെ കോമൺ ആയതുകൊണ്ട് അത്ര വലിയൊരു ആശ്ചര്യം ഒരു പക്ഷേ പലർക്കും ഉണ്ടാവില്ല. അതിപ്പോൾ എല്ലാ വണ്ടിയിലുള്ളതല്ലേ എന്നുള്ളൊരു ചോദ്യം വന്നിരിക്കും. വോൾവോൻ്റെ ഫീച്ചർ ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞില്ല, 1991 സൈഡ് കർട്ടൻ കൊണ്ടുവന്നു, ലാമിനേറ്റഡ് വിൻഷീൽഡുകൾ കൊണ്ടുവന്നു. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ടിൻറ്റഡ് ആയിട്ടുള്ള വിൻഷീൽഡുകൾ, അതുപോലെ സീറ്റ് ബെൽറ്റ് കൊണ്ടുവന്നു. സീറ്റ് ബെൽറ്റ് ഈ ഒരു സാധനം അത് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വോൾവോ ആയിരുന്നു. അങ്ങനെ എമർജൻസി ബ്രേക്കിംഗ് ഒക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വണ്ടികളിൽ പരീക്ഷിച്ചു തുടങ്ങിയത് വോൾവോ ആയിരുന്നു എന്നുള്ളതാണ്. സോ ആ ഒരു വണ്ടിയാണ് നമ്മളിപ്പം ഓടിച്ചുകൊണ്ടിരിക്കുന്ന വോൾവോ XC90. ഇത് ഞാൻ ഇങ്ങോട്ട് ഷൂട്ടിന് വേണ്ടി കൊണ്ടുവന്നത് ഇങ്ങനെ ഓടിച്ചു തുടങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, ഇതൊരു ഫ്ലോട്ടിങ് സാധനമാണ്. അതായത് നമ്മളൊരു വെള്ളത്തിലൊക്കെ ഇടുമ്പോൾ സമയത്ത് ഇതിങ്ങനെ ഒരു സാധനം ഇങ്ങനെ ആടി ഇങ്ങനെ പതുക്കെ മുന്നോട്ട് പോകില്ല. അത് വെള്ളത്തിലാടുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു തിരമാലയൊക്കെ, കടലല്ല കായലിൽ, ഓക്കെ അങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ടിലൊക്കെ പോയ ആളുകൾക്ക് മനസ്സിലാവും, ഗട്ടറുകളൊന്നും ഇല്ല, അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതേപോലത്തെ ഒരു ഫീലാണ് ഈ വാഹനത്തിനകത്ത്. അതായത് താങ്ക്സ് ടു ദ സസ്പെൻഷൻ, ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻസ് ഒക്കെ പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ബാഡ് റോഡിൽ കയറി കഴിഞ്ഞാൽ പോലും അതിൻ്റെ ജെർക്കിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും സ്റ്റിയറിംഗ് വീലിലേക്ക് കിട്ടണില്ല. കുറച്ച് ഉയർന്ന പൊസിഷനാണ്. അപ്പം ടോപ്പിലിരുന്നിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്. ഒരു പ്രീമിയം എന്ന് പറയുന്ന സമയത്ത് ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഈ ഫീച്ചറുകളും ഈ കംഫർട്ടും ഉണ്ടാവുന്നതിനൊപ്പം തന്നെ
ഭയങ്കര ക്വാളിറ്റിയുള്ള ഡ്രൈവ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അത് എക്സലൻ്റ് ആയിട്ട് ഇതിനകത്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു പെർഫോമൻസ് കാറല്ല, വോൾവോ അങ്ങനെ അവകാശപ്പെടുന്നില്ല. അതായത് ഞങ്ങൾ ഈ വണ്ടി വാങ്ങിയിട്ട് നിങ്ങൾ 0 to 100 2 സെക്കൻഡ് കൊണ്ട് ടച്ച് ചെയ്യുമെന്നൊന്നും പറയുന്നില്ല. ഈ വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉണ്ടെങ്കിലും ഞങ്ങളുടെ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ അതിനനുസരിച്ച് ഞങ്ങൾ സ്ട്രക്ചർ ചെയ്തെടുത്തിട്ടുള്ള സീറ്റുകളാണ് ഞങ്ങൾ. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് വോൾവോ പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയും നമുക്കിതിനകത്ത് ഈ ഒരു സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് റിയലൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കമാൻഡിങ് പൊസിഷനിലാണ് ഇരിക്കുന്നത്, ആ ഒരു ഫ്ലോട്ടിങ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനും പറ്റുന്നുണ്ട്. നേരത്തെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് 80-90 ഈ ഒരു HMT ലൈൻ ക്രൂസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ഇത്ര ട്രാഫിക് ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് 90 പോകുന്നത്. കാരണം ഇവിടെ ഈ ഒരു റോഡിനൊരു പ്രത്യേകതയുണ്ട്, കുറേ കോൺക്രീറ്റ് ആണ്, ടാറല്ല അധികം. അപ്പോൾ അതിലൂടെയൊക്കെ പോകുമ്പോൾ അതിൽ സാധാരണ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ടിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും, വൈബ്രേഷൻ്റെ വ്യത്യാസം ഫീൽ ചെയ്യും. ഇതിനകത്ത് അതൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഞാനത് ക്ലസ്റ്ററിലേക്ക് നോക്കി 90 അല്ലേ എന്നുള്ളൊരു സംശയം. അത്രയും എന്താ പറയുക, നൈസ് ക്വാളിറ്റി ഡ്രൈവാണ് ഈ വാഹനത്തിനകത്ത് കിട്ടുന്നത്. സ്റ്റിൽ ഞാൻ ആ റോട്ടിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻസുലേഷൻ ഭയങ്കരമാണ്. ഇപ്പോൾ ഞാൻ ആകെ കേട്ടുകൊണ്ടിരിക്കുന്നത് സൺറൂഫിനകത്ത് വെള്ളം വന്ന് വീഴുന്ന സൗണ്ട് മാത്രമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നൈസ്, അത് ആ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്ത് പറയണം. ഇൻസുലേഷൻ, ക്വാളിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം മൊത്തത്തിൽ ഈ വണ്ടി ആ ഒരു ഡ്രൈവ് ഫസ്റ്റ് ഇംപ്രഷൻ പരിശോധിക്കുന്ന സമയത്ത് ഇത് ഭയങ്കര കംഫർട്ടബിളായിട്ട് സ്വസ്തി എന്ന് പറയില്ല നമ്മൾ, ആ ഒരു വൈബ് സാധനമാണ്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലൊരു ട്രാഫിക്കിലാണ് ക്രൂസ് ചെയ്യുന്നത്. ട്രാഫിക്കിൽ ക്രൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നോട്ട് ചെയ്ത വേറൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്, അത് പതുക്കെ പോയി നിൽക്കും. നേരെ കുറച്ച് നമുക്ക് പെട്ടെന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ സഡൻ ഉണ്ട്. അതിൽ 2 സ്റ്റെപ്പുള്ള ഒരു ബ്രേക്കിംഗ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിങ്ങനെ പോകണം, പെട്ടെന്ന് ചവിട്ടണമെന്നുണ്ടെങ്കിൽ താരണ്ട് കേട്ടാ ക്യാമറ ഇളകുമ്പോൾ എനിക്ക് മനസ്സിലാവും, പെട്ടെന്ന് ചവിട്ടാം. നേരെ കുറച്ച് ഇപ്പോൾ ആ ഒരു വണ്ടി സ്ലോ ആവാൻ പോകുമെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാം, ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ സ്ലോ ആക്കുകയും ചെയ്യാം. ബ്രേക്കിന് ആ ഒരു ഹാർഡ്നെസ് ഇല്ലേ, അത് ആ ഒരു ഫസ്റ്റത്തെ ലെവലിൽ ഇല്ല എന്നുള്ളതാണ്. അടിപൊളി. എല്ലാത്തിലും ഒരു സോഫ്റ്റ്നെസ് കൊണ്ടുവരാൻ വോൾവോ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത് ആർക്ക് സജസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാം, അവിടെ ഹൈവേക്ക് ഒന്ന് ഇറങ്ങണം, അതൊന്ന് കുറച്ചൊന്ന് സ്പീഡിൽ ക്രൂസ് ചെയ്ത് നോക്കിയിട്ട് അവസാനിപ്പിക്കാം. അതിന് മുന്നേ ഇത് ആർക്ക് സജസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും, കംഫർട്ട് ഡ്രൈവ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, 1 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഈ സാധനം പറ്റും. നിങ്ങളിതൊന്ന് ഓടിച്ച് നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് ഓടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്, അല്ലെങ്കിൽ ആ ഒരു ഹാൻഡ്ലിങ്, ഇത്രയും വലിയ വണ്ടി, ഇത് 7 സീറ്ററാണ്, പക്ഷേ ആ ഒരു 7 സീറ്ററും ഇത്രയും നൈസായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീൽ ഗുഡ്, അത് ശരിക്കും എനിക്ക് എങ്ങനെ നിങ്ങളോട് വീഡിയോയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ ഫീൽ ചെയ്യുന്ന വേണം. പറ്റുമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ഇട്ട് നോക്കുക. ഞാനിപ്പോൾ ഈ ഒരു വണ്ടി ഷൂട്ട് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളെ കേരള വോൾവോയിൽ നിന്നാണ്. നമ്മളെ ഷിൻഡോ സാർ, ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന മുഖമാണ്. അദ്ദേഹത്തിൻ്റെ അവിടെ നിന്നാണ് ഞാൻ എടുത്തത്. അവർ നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. കൊച്ചിയിലെ വോൾവോ ഷോറൂം അവർ തന്നെയാണ്. സോ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ കിട്ടും. വിളിച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് വീട്ടിലൊക്കെ കൊണ്ടുത്തരും തോന്നുന്നു. ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. സോ ഇതാണ് വോൾവോൻ്റെ ആ ഒരു വോൾവിനെസ് എന്ന് പറയാം, അതായത് വോൾവോ ടച്ച്. ഈ ഒരു ടച്ച് പല വണ്ടികളിലൊന്നും ഉണ്ടാവില്ല. അതും കൂടി അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയണം. കാരണം കുറേ വണ്ടികളിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സ്റ്റിഫ്നെസ്, സസ്പെൻഷൻ്റെ ആ ഒരു പ്രശ്നം, അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോട്ടിംഗ് എഫക്റ്റ് പല വണ്ടിയിലും നമുക്ക് അങ്ങനെ കിട്ടാറില്ല. കിട്ടുന്നതുകൊണ്ട് ഇല്ല എന്നല്ല, ഇതെല്ലാം കൂടി കണക്റ്റഡ് ആയിട്ട് ആ ഒരു സീറ്റിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ എല്ലാം ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു ഒതൻറ്റിസിറ്റി ഈ ഒരു വാഹനത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മൾ ഹൈവേയിലേക്ക് കയറാൻ പോവാണ്. കൊച്ചി ഹൈവേയാണ്, മെട്രോ പാലത്തിൻ്റെ താഴെ. ശരിക്കും കൊച്ചി മെട്രോ ഉണ്ടാക്കിയ ഞാൻ എപ്പോഴും പറയുന്നതാണ്, തിരക്ക് കുറക്കാൻ വേണ്ടിയില്ല. പക്ഷേ റോട്ടുമ്മ ഈ ഒരു മെട്രോ വന്നുകൊണ്ട് തിരക്കായി പോയി. കാരണം റോഡ് വീതി ഇല്ലാത്തതുകൊണ്ട് യൂ ടേൺ ഇടാനുള്ള ആളുകൾ, ബഹളവും കാര്യങ്ങളും. പിന്നെ ഇതൊരു സ്ട്രൈറ്റ് ഹൈവേ ആണ് പലയിടത്തും, പക്ഷെ എന്നാലും വെറുതെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ഇത് വെച്ചിട്ടുണ്ട്. വെറുതെ അത് ഞാൻ പറയുന്നതാണ്, ചിലപ്പോൾ അതിൻ്റെ പർപ്പസ് ഒക്കെ ഉണ്ടായിരിക്കും. എന്തറിയോ, സിഗ്നൽ. ഓക്കെ, എനിവേ നോക്കിയാ ഇപ്പോൾ ഈ വണ്ടി നമുക്ക് വളരെ പെട്ടെന്ന് പവർ അപ്പ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അതായത് പെർഫോമൻസ് വണ്ടിയല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇത് വളരെ പതുക്കെ പോണ വണ്ടിയാണ്, അങ്ങനെയൊന്നുമില്ല. നമുക്ക് 100+ ഒക്കെ ക്രൂസ് ചെയ്യാം. മുമ്പ് ഞാൻ വോൾവോ XC90 100+ ക്രൂസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അതിലും ആ ഒരു ലീനിയർ അപ്പായി വന്ന് ആ ഒരു കംഫർട്ട് നല്ല രീതിയിൽ നമുക്ക്, അതായത് വണ്ടിക്കകത്തുള്ള ആളുകൾക്ക് ഭയങ്കര കംഫർട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യും. അതിലൊരു കോംപ്രമൈസും ഇല്ല. ഏട്ടാ ഇപ്പോൾ ഇവിടെ ബ്ലോക്കാണ്. ഇവിടെ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലെഫ്റ്റ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും. ഞാൻ ഇന്നോട് തന്നെ പറയാറുണ്ട്, പക്ഷേ ഞാൻ തന്നെ മറന്നു. എനിക്ക് തോന്നുന്നില്ല നമുക്ക് കുറച്ച് സ്പീഡിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ സ്പീഡിൽ വന്ന സമയത്തുള്ള അനുഭവം കൂടി ഞാൻ പറയാം. ഞങ്ങൾ വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിലാണ് വന്നത്. വണ്ടി ഒന്നുകൂടി ഒന്ന് പതിയുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. നമ്മൾ ആക്സിലേഷൻ കൊടുക്കും, ഒന്നും കൂടി ഒന്ന് പതിയുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടും.
അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ മുന്നിലേക്ക് കയറി പോകാൻ പറ്റും. റെസ്പോൺസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റെസ്പോൺസീവ് ആണ്, പക്ഷെ അപ്പോഴും ആ ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതൊരു പ്ലസ് പോയിന്റ് ആണ് ആക്ച്വലി. എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു ബെനഫിഷ്യൽ ആയിട്ട് തോന്നി. നമുക്ക് ഇപ്പോൾ ട്രാഫിക് ഉണ്ടെങ്കിൽ നമ്മൾ സിഗ്സാഗ് അടിച്ച് കയറി പോലെ, സിഗ്സാഗ് അടിച്ച് കയറി പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻഡിക്കേറ്റർ പാസ് ചെയ്ത് ബാക്കിൽ വണ്ടികൾ നിശ്ചിത ഡിസ്റ്റൻസിലാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ചെയ്യട്ടോ. ഞാൻ അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന സമയത്ത് നിങ്ങൾ നാളെ റോട്ടിലിറങ്ങി അങ്ങനെ ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പോൾ അങ്ങനെ സിഗ്സാഗ് അടിച്ച് പോകുമ്പോഴൊക്കെ അത് ആ ഒരു ചെറിയ ഗ്യാപ്പിലൂടെയൊക്കെ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് അതേ ഒരു ഇപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്ത് നിർത്തി. വളരെ പെട്ടെന്ന് നിന്നു. പക്ഷേ നിങ്ങൾ അങ്ങനെ അറിഞ്ഞോ, ക്യാമറ അത്ര പെട്ടെന്ന് ഷെയ്ക്ക് ആയതൊന്നുമില്ലല്ലോ. ആ ഒരു ബാലൻസ്ഡ് ആയിട്ടല്ലേ പോയി നിൽക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം. അത് ഡ്രൈവിൻ്റെ കാര്യത്തിൽ, സീറ്റിൻ്റെ കാര്യത്തിൽ, പെർഫോമൻസിൻ്റെ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും കംഫർട്ട് ടച്ചോട് കൂടി വന്നിട്ടുള്ള ഒരു വാഹനം എന്നുള്ളതാണ് വോൾവോ XC90 പരിചയപ്പെടുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ വൈറ്റിൽ റോട്ടിലേക്ക് കയറുന്നുണ്ട്, അവിടെയും കൂടി ഒന്ന് നോക്കാം സ്പീഡിൽ ഓടിക്കാൻ പറ്റുമെന്ന്. അങ്ങനെയാണെങ്കിൽ അതും കൂടി ഓടിച്ച് കാണിച്ചിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. ഇതൊക്കെ 360 ഡിഗ്രി വ്യൂ കണ്ടില്ല, ഓട്ടോമാറ്റിക് ആക്റ്റീവ് ഔട്ടാണ്. അതായത് ഇപ്പോൾ ഒരു കൺജസ്റ്റഡ് ഏരിയയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, അതായത് ടൈറ്റ് ആയിട്ട് ഷെഡ്യൂളിൽ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ഇനാബിൾ ആവും. മാപ്പ് കാര്യങ്ങളൊക്കെ രണ്ടിടത്തും കാണുന്നതൊക്കെ നിങ്ങൾ ഓൾറെഡി നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ നമ്മളേ വൈറ്റില ആ ഹൈവേയിലേക്ക് എത്തിയിരിക്കണം. പക്ഷെ ഇവിടെയും അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഞാനിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു 70 കിലോമീറ്റർ വേഗത ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടാണ്. നോക്കൂ എന്ത് സൈലൻ്റ് ആയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കിയാൽ ഭയങ്കര, അതായത് എൻ്റെ ഒരു കംഫർട്ട് സോണിലിരുന്ന്. ഇനിയിപ്പോൾ ഈ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളൊക്കെ ഓൺ ആക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് അത് സ്ലോ ആവുന്നു. ആ വണ്ടി മൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് സ്പീഡിലേക്ക് വരും. അങ്ങനെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഇരുന്നുകൊണ്ട് പറയാം, ഒരു 100 കിലോമീറ്റർ വേഗതയിലും ഇതേ കംഫർട്ട് സോണിൽ അല്ലെങ്കിൽ ഇതേ ഒരു കംഫർട്ടിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് ഓൾ അബൌട്ട് XC90. പ്രൈസ് പറഞ്ഞു, എൻജിൻ റിലേറ്റഡ് കാര്യങ്ങൾ പറഞ്ഞു, ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, വന്ന മാറ്റങ്ങൾ പറഞ്ഞു, അതിൻ്റെ പഴയ വേർഷനും പുതിയ വേർഷനും നമ്മൾ കാണിച്ചു. ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.